കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ വാഹനാപകടങ്ങളിലും മറ്റും തകർന്ന ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി വൈകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. മഴ സമയമായതിനാൽ കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന സമയം കൂടിയാണിപ്പോൾ. വലിയ വളവുകളും റോഡിനു താഴെ വലിയ കൊക്കയുമുള്ള ഇവിടെ തകർന്ന ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ വൈകുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. നാളുകൾക്ക് മുൻപ് വാഹനാപകടങ്ങളിൽ തകർന്ന ക്രാഷ് ബാരിയറുകൾ പുനർനിർമ്മിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ തകർന്ന ക്രാഷ് ബാരിയർ പോലും ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇവിടം ഒരു വളവാണ്. റോഡിന് വീതി കുറവുണ്ട്. നിലവിൽ ടാർ വീപ്പ് മാത്രമാണ് സുരക്ഷയ്ക്കായി ഇവിടെ വെച്ചിരിക്കുന്നത്. മഴ സമയമായതിനാൽ രാത്രിയിലും പകലും ഒരുപോലെ കനത്ത കോടമഞ്ഞിറങ്ങുന്ന മേഖലയാണ് ഇവിടം. ഇതിനാൽ അപകട സാധ്യത വലുതാണ്. കയറ്റിറക്കങ്ങളും വലിയ വളവുകളും പാതയുടെ ഒരു വശം കൊക്കയുമാണ്. ഈ ഭാഗങ്ങളിൽ പോലും മുൻപ് തകർന്ന ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. ക്രാഷ് ബാരിയർ ബലവത്തല്ലാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന പരാതിയും ശക്തമാണ്. അടിയന്തരമായിട്ടാണ് എന്തെങ്കിലും അധികാരികൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ വളരെ വലുതായിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ യാതൊരു ലക്കും ബുക്കുമില്ലാതെ വരുന്നത്. ദിനശരി ഇപ്പം തന്നെ രണ്ടുപേരും മരിച്ച അവിടെ വണ്ടി കഴിഞ്ഞ് അതെല്ലാം ഗ്യാസുകാരൻ്റെ ബലക്ഷയം കൊണ്ട് തന്നെ സംഭവിച്ചാണ്. കഴിഞ്ഞ നാളിൽ നടന്ന അപകടങ്ങൾ ഉദാഹരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തരുടെ പ്രധാന പാത കൂടിയാണിത്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് കാരണമായി ആളുകൾ പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പീരിമേട്.